Hello my dear students, Kerala Syllabus Standard 4 Environmental Science Part 2 Class 4 EVS Chapter 8 Reading and Drawing Maps എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സോ വെൽക്കം ടു മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. Let's start. Chapter 8 Reading and Drawing Maps. Which map is the tourist examining? Why is he doing so? അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരു ടൂറിസ്റ്റ് ഒരു മാപ്പ് നോക്കുന്നതായിട്ട് കാണാം. പിന്നത്തെ ചോദ്യം എന്താണ്? എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ഇവിടെ ഇദ്ദേഹം നോക്കുന്ന മാപ്പ് കേരളത്തിൻ്റെ മാപ്പാണ്. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ നോക്കുന്നത്? Let us read a map. You learned about the different districts and important places in Kerala in class 3. മൂന്നാം ക്ലാസ്സിൽ നിങ്ങൾ ഈ ജില്ലകളെക്കുറിച്ചും പ്രധാന സ്ഥലങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഇതേ സെയിം മാപ്പാണ് മൂന്നാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഉണ്ടായത്. പക്ഷേ ഇവിടെ ഈ ഇൻഡെക്സ് ഉണ്ടായിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നൗ എക്സാമിൻ ദ മാപ്പ് ഷോൺ ബിലോ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ മാപ്പ് പരിശോധിക്കുക, സൂക്ഷിച്ച് പഠിക്കുക എന്നുള്ളതാണ് അവരവിടെ പറയുന്നത്. അപ്പോൾ ജില്ലകളെക്കുറിച്ച് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളെല്ലാം മനസ്സിലാക്കിയതായിരിക്കാം. ഇനി ഇവിടെ ഇൻഡെക്സ് എന്താ പറയുന്നത്? എയർപോർട്ട്, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ഹാർബർ, ക്യാപിറ്റൽ, റെയിൽവേ, ഇത്രയും സ്ഥലങ്ങൾ കാര്യം ഒക്കെ പേര് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഓരോ സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസ് മാപ്പിൽ എവിടെയുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എയറോപ്ലെയിൻ്റെ പിക്ചർ കാണാം. പിന്നെ ഈ ക്യാപിറ്റലിൻ്റെ ഈ സിമ്പിളും കാണാം, കണ്ടോ? അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ക്യാപിറ്റൽ ഈ ഏകദേശം ഇവിടെയാണ്. പിന്നെ അതിൻ്റെ അവിടെ എയർപോർട്ട് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മേലോട്ട് പോകുമ്പോൾ എറണാകുളത്ത് 2 എയർപോർട്ട് കാണിക്കുന്നുണ്ട്. അടുത്തിവിടെ ഹാർബർ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ മേലോട്ട് പോകുമ്പം മലപ്പുറത്ത് ഒരു എയർപോർട്ട് ഉണ്ട്, അതാണ് കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഹാർബർ ഉണ്ട് കോഴിക്കോട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ റെയിൽവേ ട്രാക്ക് കണ്ടോ, ചുവപ്പ് ലൈനിങ് ഇട്ടിട്ട് അതിനിങ്ങനെ ചെറിയ വരവുകളിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇൻഡെക്സിൽ കൊടുത്ത റെയിൽവേ ട്രാക്കിൻ്റെ സിമ്പിൾ വ്യത്യാസമുണ്ട്. പിന്നെ സ്റ്റേറ്റ് ബൗണ്ടറി കണ്ടോ, ഇവിടെ സ്റ്റേറ്റ് ആണ്. ഈ കേരള സ്റ്റേറ്റിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്, ഇവിടെ കർണാടകയാണ്. ആ സ്റ്റേറ്റ് ബൗണ്ടറി ഇങ്ങനെ തിക്ക് ഡോട്ടഡ് ലൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഡിസ്ട്രിക്ട് ബൗണ്ടറി, ഓരോ ഡിസ്ട്രിക്റ്റും തമ്മിൽ, ജില്ലകളും തമ്മിലുള്ള ബൗണ്ടറി ചെറിയ നേരിയ ഡോട്ടഡ് ലൈനിലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു മാപ്പ് റീഡിങ്. ഈ ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ മാപ്പിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോവുക. വാട്ട് ഇൻഫോർമേഷൻ ഡിഡ് യു ഫൈൻഡ് ഔട്ട്? അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ മാപ്പിൽ നോക്കിയപ്പോൾ എന്ത് ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്? ഈ ഇൻഡെക്സ് പ്രകാരം ഈ മാപ്പിൽ എയർപോർട്ട്, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ഹാർബർ, ക്യാപിറ്റൽ, റെയിൽവേസ്, ഇതൊക്കെ എവിടെയൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ? കോഴിക്കോട് ഹാർബർ ഉണ്ട്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എയർപോർട്ട് ഉണ്ട്, എറണാകുളത്ത് 2 എയർപോർട്ട് ഉണ്ട്, ഹാർബർ ഉണ്ട്, ട്രിവാൻഡ്രത്ത് എയർപോർട്ട് ഉണ്ട്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാപ്പ് പ്ലസ് ആ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നൗ പ്രിപ്പയർ എ നോട്ട് ഓൺ കേരള ഇൻക്ലൂഡിങ് ദ ഇൻഫർമേഷൻ യു കളക്റ്റഡ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കേരളത്തിനെ കുറിച്ചൊരു നോട്ട് ഉണ്ടാക്കണം. ആ നോട്ട് നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഇൻഡെക്സ് ഇൻ മാപ്സ്. റോഡ്സ്, റെയിൽവേസ്, റിവേഴ്സ്, എയർപോർട്ട്സ് എക്സെട്ര ആർ റെപ്രസെൻറ്റഡ് ഇൻ എ മാപ്പ് using generally accepted symbols and colors. The index tells us what each color and symbol in the map represents. Some of the symbols used in the map are shown below. അതായത് ഈ റെയിൽവേസ്, റോഡ്, പിന്നെ റിവേഴ്സ്, എയർപോർട്ട്സ്, അങ്ങനെ പല സ്ഥലങ്ങളും ഈ സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ മാപ്പിൽ കണ്ടുപിടിക്കുക. അതിനാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓരോ മാപ്പിൻ്റെ സൈഡിലും ഒരു ഇൻഡെക്സ് ഉണ്ടാവും. അങ്ങനെ ചില ഇൻഡെക്സ് സിമ്പിൾസ് ആണ് ഇവിടെ കാണുന്നത്. റെയിൽവേ, എയർപോർട്ട്, ഹാർബർ, റിവർ, ടൂറിസ്റ്റ് സ്പോട്ട്സ്, ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്, ബേർഡ് സാങ്ച്വറി, ഇതിൻ്റെ ഒക്കെ സിമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾസ് മാപ്പിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ സ്ഥലങ്ങളുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ടീച്ചറിൻ്റെ ഹെൽപ്പോടുകൂടെ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സിൻ്റെ ഇൻഫോർമേഷൻ, ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെ ഇൻഫോർമേഷൻ, ബേർഡ് സാങ്ച്വറിൻ്റെ ഇൻഫോർമേഷൻ, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള എൻ്റെ ഇൻഫോർമേഷനൊക്കെ എടുക്കണം. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ട് മാർക്ക് ദിസ് ഇൻഫോർമേഷൻ ഇൻ ദ മാപ്പ് ഓഫ് കേരള യൂസിങ് അപ്രോപ്രിയേറ്റ് സിമ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ സിമ്പിൾസ് വെച്ചിട്ട് ആ മാപ്പിൽ, കേരളത്തിൻ്റെ മാപ്പിൽ എവിടെയൊക്കെയാണ് ഈ സ്ഥലങ്ങളുള്ളത് മാർക്ക് ചെയ്യണം. അപ്പോൾ റിവറിൻ്റെ എവിടെയുണ്ട്, ടൂറിസ്റ്റ് സ്പോട്ട്സ് ഇവിടെയുണ്ട്, ബേർഡ് സാങ്ച്വറി ഇവിടെയുണ്ട്. പിന്നെ അപ്പോൾ
വേറെ എന്താ നമുക്ക് വേണ്ടത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള. അപ്പോൾ വൈൽഡ് ലൈഫിന്റെ ഒരു സിമ്പൽ വേറെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ മാപ്പിൽ മാർക്ക് ചെയ്യാം. സ്കെച്ചിങ് ദ ക്ലാസ് റൂം. ചിൽഡ്രൻ ഡിസൈഡഡ് ടു ഡ്രോ ദ സ്കെച്ച് ഓഫ് ദ ക്ലാസ് റൂം. അങ്ങനെ കുട്ടികൾ സ്കെച്ച് വരയ്ക്കാൻ തീരുമാനിച്ചു. എന്തിൻ്റെ? അവരുടെ ക്ലാസ് റൂമിൻ്റെ. 4 of them stood at 4 sides of a table. ഒരു മേശയുടെ 4 വശത്തായിട്ട് ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 4 കുട്ടികൾ നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പ്ലേസിങ് പേപ്പർ ഓൺ ദ ടേബിൾ ദേ സ്റ്റാർട്ടഡ് സ്കെച്ചിങ്. അപ്പോൾ പേപ്പർ എടുത്ത് അവർ സ്കെച്ച് ചെയ്യാൻ ആരംഭിച്ചു. ആ സമയത്ത് അബി എന്ത് റിമൈൻഡ് ചെയ്തു? അബി ഓർമ്മപ്പെടുത്തി. എന്ത്? റൈറ്റ് യുവർ നെയിം അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേപ്പർ. പേപ്പറിന്റെ മുകൾ ഭാഗത്ത് പേരെഴുതണം. അത് കൂടാതെ മാർക്ക് ദ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ടോപ്പ് ആൻഡ് ബോട്ടം. അപ്പം ഈ പേപ്പറിന്റെ വലതുവശം, ഇടതുവശം, മുകൾ ഭാഗം, കീഴ്ഭാഗം ഇതൊക്കെ മാർക്ക് ചെയ്യണം. അറ്റ് ദാറ്റ് ടൈം ടീച്ചർ കെയിം ദെയർ ആൻഡ് സെഡ്. ആ സമയത്ത് ടീച്ചർ അവിടെ വന്നിട്ട് അവരോടൊരു നിർദ്ദേശം നൽകി. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ ഡോർ, വിൻഡോസ്, ബെഞ്ചസ്, ടേബിൾ ആൻഡ് ദ ബ്ലാക്ക് ബോർഡ് ഓഫ് ദ ക്ലാസ്. അങ്ങനെ ടീച്ചർ വന്നിട്ട് ഒരു നിർദ്ദേശം എന്താ നൽകുന്നത്? ബ്ലാക്ക് ബോർഡ്, മേശ, ബെഞ്ചുകൾ, ജനലുകൾ, വാതിൽ ഇതും കൂടെ അവിടെ വരച്ച് ചേർക്കാൻ മറന്നു പോകരുത് എന്ന് ടീച്ചർ ഓർമ്മപ്പെടുത്തി. When they finished the sketch, they proudly showed it to the whole class. അപ്പോൾ ഇത് സ്കെച്ച് വരച്ചു കഴിഞ്ഞിട്ട് അവർ വളരെ അഭിമാനത്തോടു കൂടെ ഈ ക്ലാസ്സിനെ ഇത് കാണിച്ചു. The other children were surprised. അപ്പോൾ കണ്ട കുട്ടികളൊക്കെ ആശ്ചര്യപ്പെട്ടു പോയി. എന്താണ് കാരണം? 4 different sketches of the same class. അതായത് ഒരേ ക്ലാസ്സിന്റെ 4 കുട്ടികൾ വരച്ചത് 4 ടൈപ്പ് സ്കെച്ചസ്, 4 വിധത്തിൽ. വൈ വേർ ദ സ്കെച്ചസ് ഡിഫറെന്റ്? എന്തുകൊണ്ടാണ് ഈ സ്കെച്ചസ് വേറെ വേറെ വിധത്തിലായത്? കാൺട്ട് എവരി വൺ ഡ്രോ ദ സ്കെച്ച് ഓഫ് ദ ക്ലാസ് റൂം ഇൻ ദ സെയിം വേ? എല്ലാവർക്കും ഒരേപോലെ സ്കെച്ച് വരയ്ക്കാൻ പറ്റില്ലായിരുന്നോ? വാട്ട് ആർ ദ തിങ്സ് ടു ബി കൺസിഡേർഡ് ഫോർ ദിസ്? അപ്പോൾ ഇത് എല്ലാവരും ഒരേപോലെ ഈ സ്കെച്ച് വരയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് എന്നാണ് ഇവിടെ നമ്മൾ ഇനി മൊത്തമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ഒരു നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സിമ്പൽ കാണാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ദ ടോപ്പ് ഓഫ് ദ മാപ്പ് ഓൺ ദ വാൾ ഇൻഡിക്കേറ്റ്സ് നോർത്ത്. അപ്പോൾ നമ്മൾ മതിൽമേൽ സ്കൂളിലൊക്കെ ക്ലാസ് റൂമിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന മാപ്പ് നോക്കിയാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒരു സിമ്പൽ കാണാം. ഓക്കെ, ദിസ് സിമ്പൽ ഈസ് യൂസ് ടു ഷോ ദ ഡയറക്ഷൻസ്. ഈ സിമ്പലിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ദിശകൾ മനസ്സിലാക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സിമ്പിൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ അതർ ഡയറക്ഷൻസ് ഓൾസോ. അപ്പോൾ ഈ ഒരു സിമ്പിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർത്തും, സൗത്തും, ഈസ്റ്റും, വെസ്റ്റും എല്ലാ ഡയറക്ഷൻസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിച്ച് ഈസ് ദ നോർത്തേൺ പാർട്ട് ഓഫ് യുവർ ക്ലാസ് റൂം? അപ്പം നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ വടക്ക് വശം ഏതാണ്? യു ഷുഡ് ഡ്രോ ദ സ്കെച്ച് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നോർത്തേൺ പാർട്ട് ഷുഡ് ബി അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേപ്പർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്കെച്ച് വരയ്ക്കുമ്പോൾ നോർത്ത് എപ്പോഴും പേപ്പറിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഉള്ള രീതിയിൽ വരയ്ക്കണം. നൗ മാർക്ക് ദ സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കറക്റ്റ്ലി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൗത്തും ഈസ്റ്റും വെസ്റ്റും മാർക്ക് ചെയ്യുക. അപ്പോൾ നോർത്ത് കിട്ടിക്കഴിഞ്ഞാൽ സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആ സിമ്പിൾ വെച്ച് മാർക്ക് ചെയ്യണം. അതായത് ഈ സിമ്പിൾ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഡ്രോ ദ സ്കെച്ചസ് യൂസിങ് ദ ഫോളോയിങ് സിമ്പിൾസ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ വരയ്ക്കുമ്പോൾ ആ സ്കെച്ചിൽ ജനല്, ഡോറ്, ടേബിള്, ബ്ലാക്ക് ബോർഡ്, ബെഞ്ച് ഇതൊക്കെ എവിടെ വരുന്നു എന്നുള്ള ഇതേപോലത്തെ സിമ്പിൾസ് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. പേസ്റ്റ് ദ സ്കെച്ചസ് ഓൺ ദ വാൾ. ഡു ഓൾ പിക്ചേഴ്സ് ലുക്ക് അലൈക്ക്? ഇനിയിപ്പം നിങ്ങൾ ഇതുപോലെ വരച്ചിട്ട് ഈ സ്കെച്ചസ് ഒക്കെ മതിൽമേൽ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇല്ലേ? ഓക്കെ, അപ്പം എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ആ ദിശ വെച്ച് കറക്റ്റ് ചെയ്തിട്ട് വരച്ചതുകൊണ്ട് ആര് വരച്ചാലും ഒരേപോലെ ഉണ്ടാകും. ഇവിടെ ഫൈൻഡിങ് ഔട്ട് ദ ഡയറക്ഷൻസ്, നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്ന. വി ട്രൈ ടു നോ ദ ഡയറക്ഷൻസ് ഈസിലി ബൈ ലുക്കിംഗ് അറ്റ് ദ സൺ. നമുക്ക് സൂര്യനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ഷൻസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ കുട്ടി ഇവിടുന്ന് സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന ദിശ എന്താ നമുക്കറിയാം? ഈസ്റ്റ് ആണ്. അപ്പോൾ ഈസ്റ്റിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കുട്ടി പറയുന്നുണ്ട്, വോ ദ റൈസിംഗ് സൺ, സോ മൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ദ നോർത്ത്. അപ്പോൾ ഈ കുട്ടി സൂര്യൻ ഉദിച്ചു വരുന്നത് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ഇടത്ത് ഭാഗത്തെ കൈ നോർത്തിലേക്കാണ് ചൂണ്ടുന്നത് എന്ന് കാണിക്കുന്നത്. നമുക്ക് ഈ ദിശ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കാം, കണ്ടോ? ഈ കുട്ടി ഇവിടെ നിന്നിട്ട് ഈസ്റ്റിലേക്ക് നോക്കുന്നു. അപ്പോൾ കുട്ടീൻ്റെ ഇടത്ത് ഭാഗം നോർത്തിലേക്കും വലത് ഭാഗം സൗത്തിലേക്കാണ്, നേരെ പിൻഭാഗത്ത് വെസ്റ്റ്. അപ്പോൾ ഇതാണ് ദിശ കണ്ടുപിടിക്കാൻ. ഏതെങ്കിലും ഒരു ദിശ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. Observe the picture. How does Lena find out the directions by looking at the sun
റൈസിങ് സൺ. അപ്പോൾ ഈ ഉദിച്ചു വരുന്ന സൂര്യൻ നോക്കിയിട്ട് ലീന എങ്ങനെയാണ് ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്? അവൾ ഇതാ പറയുന്നത്, കണ്ടോ, അവൾ പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡ്, ഞാൻ സൂര്യനെ നോക്കി നിൽക്കുന്നു, അതുകൊണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡ് നോർത്ത് ആണെന്ന് എനിക്കറിയാം. പിന്നെ ടു വിച്ച് ഡയറക്ഷൻ ഈസ് ലീന ഫേസിങ്? ലീന ഏത് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത്? ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. വിച്ച് ഡയറക്ഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ലീനാസ് റൈറ്റ് ഹാൻഡ്? അപ്പോൾ ഈസ്റ്റിലേക്ക് നോക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് എങ്ങോട്ടാ പോവുക? റൈറ്റ് ഹാൻഡ് നേരത്തെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് നോർത്ത് എന്ന് പറഞ്ഞു, അപ്പോൾ റൈറ്റ് ഹാൻഡ് സൗത്തിലേക്ക് പോകും. വിച്ച് ഡയറക്ഷൻ ഡസ് ഹെർ ഷാഡോ ഫോൾസ്? അവളുടെ നിഴല് ഏത് ഡയറക്ഷനിലാണ് വീഴുന്നത്? സൂര്യൻ ഉദിക്കുന്നു, അപ്പോൾ സൂര്യന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഉദിച്ചു വരുന്നതിന്റെ ഓപ്പോസിറ്റ്, ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഹൗ ക്യാൻ വി നോ ദ ഡയറക്ഷൻസ് വെൻ ദ സൺ ഈസ് നോട്ട് സീൻ? അപ്പോൾ സൂര്യൻ ഇല്ലാത്തൊരു സമയത്ത്, രാത്രി സമയത്ത് നമുക്ക് ഈ ഡയറക്ഷൻ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇവിടെ ദ മെറൈനസ് കോമ്പസിനെ പറ്റി പറയുന്നുണ്ട്. ഇതെന്താ ഇൻസ്ട്രുമെന്റ് നോക്കാം. ദ മെറൈനസ് കോമ്പസ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ഡയറക്ഷൻസ്. അപ്പോൾ ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, യന്ത്രമാണിത്. ദർ ഈസ് എ മാഗ്നറ്റിക് നീഡിൽ അറ്റ് ദ സെന്റർ ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്. ഒരു മാഗ്നറ്റിക് നീഡിൽ ഇതിന്റെ സെന്ററിലുണ്ട്. ദിസ് നീഡിൽ ഓൾവേസ് പോയിന്റ്സ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. എപ്പോഴും ഇത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ദ സ്പെഷ്യലി മാർക്ഡ് എൻഡ് ഓഫ് ദ നീഡിൽ ഇൻഡിക്കേറ്റ്സ് നോർത്ത്. അപ്പോൾ സ്പെഷ്യൽ കളറിൽ മാർക്ക് ചെയ്ത ആ നീഡിലിന്റെ എൻഡ് എപ്പോഴും നോർത്തിലേക്കായിരിക്കും ചൂണ്ടിക്കാണിക്കുക. വി ക്യാൻ മാർക്ക് ദ 4 ഡയറക്ഷൻസ് കീപ്പിംഗ് ദിസ് മെറൈൻ കോമ്പസ് അറ്റ് ദ സെന്റർ ഓഫ് ദ ക്ലാസ് റൂം. അങ്ങനെ ഇങ്ങനെ ഒരു മെറൈൻ കോമ്പസ് ക്ലാസ്സിന്റെ നടുക്ക് വെക്കുകയാണെങ്കിൽ ക്ലാസ്സിന്റെ നോർത്ത് എവിടെയാ, സൗത്ത് എവിടെയാ, ഈസ്റ്റ് എവിടെയാ, വെസ്റ്റ് എവിടെയാന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ കോമ്പസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ കപ്പൽ യാത്ര ചെയ്യുന്നവർക്കായി ഉണ്ടാക്കിയതും അവരാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് മെറൈനസ് കോമ്പസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ GPS സിസ്റ്റം ഉള്ളതുപോലെ പണ്ട് ആ കാലത്ത് ഉള്ള GPS സിസ്റ്റം, അത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അതാണ് GPS. സ്കെച്ച് ഓഫ് എ സ്കൂൾ. ഇപ്പോൾ ഇവിടെ ഒരു സ്കൂളിൻ്റെ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, അവിടെ ഒരു ഫ്ലാഗ് പോസ്റ്റ് ഇത് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു സ്റ്റേജാണെന്ന് അറിയാം, ഇതൊരു ഗ്രൗണ്ടിൻ്റെതാണെന്ന് അറിയാം. പിന്നെ നമുക്ക് നോക്കാം, ഇൻഡെക്സ് നോക്കാം. സ്റ്റേറ്റ് ഹൈവേ കൊടുത്തിട്ടുണ്ട്, സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്, ഫ്ലാഗ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കുക്കിംഗ് ഷെഡ് കൊടുത്തിട്ടുണ്ട്, സ്കൂൾ ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, വെൽ കൊടുത്തിട്ടുണ്ട്, കിണർ. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഈ സ്കെച്ചിൻ്റെ ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ പറയുന്നത്? ദിസ് ഈസ് ദ സ്കെച്ച് ഓഫ് നന്ദനാസ് സ്കൂൾ. ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ഫ്രം ദ സ്കെച്ച്. നന്ദനൻ്റെ സ്കൂളിൻ്റെ സ്കെച്ചാണിത്. കുറച്ച് കാര്യങ്ങൾ അതിന് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്കൂൾ ഈസ് ദ സ്റ്റേറ്റ് ഹൈവേ. ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ SH എഴുതിയത് എവിടെയാണ്? സ്കൂളിൻ്റെ നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ട്. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ കുക്കിംഗ് ഷെഡ് ഈസ് ദ വെൽ. കുക്കിംഗ് ഷെഡ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ വെൽ എവിടെയാണ്? വെല്ല് ഷെഡിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക്. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് ഈസ് ദ സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജ് ഫ്ലാഗ് പോസ്റ്റ് ബേസ് ചെയ്ത് ഏത് ഭാഗത്തേക്കാണ്? ഈസ്റ്റ് സൈഡിലേക്ക്. അതുപോലെ ഡ്രോ എ സ്കെച്ച് ഓഫ് യുവർ സ്കൂൾ ഇൻ ദ എൻവയൺമെന്റൽ ഡയറി. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു സ്കെച്ച് ഡയറിയിൽ വരച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ട് മാർക്ക് ചെയ്യും. സനൽസ് പഞ്ചായത്ത്. സനൽസ് സ്കൂൾ ഈസ് ഇൻ അനാറ പഞ്ചായത്ത്. ഈ അനാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ മാപ്പിൽ എന്തൊക്കെയുണ്ട്? ഈ മാപ്പിൽ ഈ അനാറ പഞ്ചായത്തിനെ കുറേ വാർഡുകളായിട്ട് തരംതിരിച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ 2 പഞ്ചായത്ത് ഇവിടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ തമിഴ്നാട് ഷെയർ ചെയ്യുന്നുണ്ട്, താഴത്ത് വേറൊരു ഗ്രാമപഞ്ചായത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇൻഡെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻഡെക്സിൽ റോഡ് ഈസ് ദെയർ, സ്കൂൾ കാണിച്ചിട്ടുണ്ട്, റിവർ കാണിച്ചിട്ടുണ്ട്, പാഡി ഫീൽഡ് കാണിച്ചിട്ടുണ്ട്, പബ്ലിക് വെൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡെക്സ് പ്രകാരം ഈ വാർഡിൽ ഇതിൽ ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സ്റ്റഡി ദ മാപ്പ് ഓഫ് അനാറ പഞ്ചായത്ത് ആൻഡ് ലിസ്റ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച് വാർഡ്. അപ്പം ഈ മാപ്പ്, അനാറ പഞ്ചായത്തിൻ്റെ മാപ്പ് സ്റ്റഡി ചെയ്തിട്ട് ഓരോ വാർഡിലും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ വാർഡ് നമ്പർ 1 എന്തൊക്കെയാണ് പറയുന്നത്? ഷെയർസ് ബോർഡർ വിത്ത് തമിഴ്നാടു, ഹാസ് എ പബ്ലിക് വെൽ, ഹാസ് എ സ്കൂൾ, ഹാസ് എ റിവർ. അപ്പം വാർഡ് നമ്പർ 1 നമുക്ക് നോക്കാം. വാർഡ് നമ്പർ 1 എവിടെ? ഇതാണ് വാർഡ് നമ്പർ 1. അപ്പോൾ ഈ വാർഡ് നമ്പർ 1 ഒരു ഭാഗം ബൗണ്ടറി തമിഴ്നാട് ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്കൂളുണ്ട്, പബ്ലിക് വെൽ ഉണ്ട്, പാഡി ഫീൽഡ് ഉണ്ട്, റിവർ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പാഡി ഫീൽഡ് ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ പാഡി ഫീൽഡും കൂടെ ഇവിടെ എഴുതി ചേർക്കണം. അതിനുശേഷം ബാക്കിയുള്ള വാർഡുകളുടെ എല്ലാ ലിസ്റ്റുകളും നമ്മൾ എഴുതണം. ഓക്കെ,
അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതുക, ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നുള്ളത് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. നൗ ഫൈൻഡ് ദ പെക്യുലാരിറ്റീസ് ഓഫ് യുവർ പഞ്ചായത്ത് ഫ്രം ദ മാപ്പ് ഓഫ് യുവർ ഗ്രാമപഞ്ചായത്ത്. അപ്പം നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ മാപ്പ് എടുത്തിട്ട് നിങ്ങളുടെ വാർഡാണെങ്കിൽ അല്ല പഞ്ചായത്തിൻ്റെ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തൊക്കെ പെക്യുലാരിറ്റീസ് ഉണ്ട്, ഈ ഇൻഡെക്സിൽ കൊടുത്ത പോലെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. മൈ ഡിസ്ട്രിക്ട്, എൻ്റെ ജില്ല. ഐഡൻറ്റിഫൈ യുവർ ഡിസ്ട്രിക്ട് ഫ്രം ദ മാപ്പ് ഓഫ് കേരള. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിനെ കേരള മാപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കുക. നൗ മാർക്ക് ദ ഫോളോയിങ് ഇൻ ദ മാപ്പ് ഓഫ് യുവർ ഡിസ്ട്രിക്ട്. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ആ മാപ്പിൽ, ആ ഡിസ്ട്രിക്റ്റിൻ്റെ മാപ്പിൽ മാർക്ക് ചെയ്യുക. നെയ്ബറിംഗ് ഡിസ്ട്രിക്ട്, അയൽപ്പക്കത്തുള്ള ജില്ലകൾ. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് ജില്ലയുടെ തലസ്ഥാനം, അത് കോർപ്പറേഷനൊക്കെ ഉള്ള സ്ഥലം, ബിൽഡിംഗ്, കോർപ്പറേഷൻ ബിൽഡിംഗ് ഒക്കെ എവിടെയാണ്. ഇപ്പോൾ കോഴിക്കോട് സിറ്റി ആണെങ്കിൽ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് സിറ്റി തന്നെയാണ് അതിൻ്റെ ആ ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ടൂറിസ്റ്റ് സെൻറ്റേഴ്സ്, പിന്നെ റിവേഴ്സ്. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ പല ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. എയർപോർട്ട്, ഹാർബർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെ കൂടെ ചേർക്കാം. വി ക്യാൻ പ്രസൻറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് എ ലാർജ് ഏരിയ ഓൺ എ പേപ്പർ. അപ്പോൾ വലിയൊരു ഏരിയൻ്റെ പ്രത്യേകതകളും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊരു പേപ്പറിൽ വരച്ചെടുക്കാൻ പറ്റും. സച്ച് എ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ജോഗ്രഫിക്കൽ ഏരിയ ഈസ് കോൾഡ് എ മാപ്പ്. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രത്തിനെയാണ് മാപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ലെസൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പേജ് 85 അതിലൊരു ചോദ്യമുണ്ട്, വൈ ഈസ് ഹി ഡൂയിങ് സോ. അതായത് ഈ ടൂറിസ്റ്റ് എന്തിനാണ് മാപ്പ് റീഡ് ചെയ്യുന്നത്. അപ്പം ഈ ടൂറിസ്റ്റ് മാപ്പ് റീഡ് ചെയ്ത് എന്തിനാണ്? ടു പ്ലാൻ ഹിസ് ട്രിപ്പ്, അദ്ദേഹത്തിൻ്റെ ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ ലെസണിൽ പഠിച്ചത് പ്രകാരം നമുക്കൊരു മാപ്പിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാവും. ഏത് ദിശയിൽ പോകണം, എങ്ങനെ യാത്ര ചെയ്യണം, റോഡ് മാർഗമാണോ, ഫ്ലൈറ്റിൽ പോകണോ, റെയിൽവേ യൂസ് ചെയ്യണോ, എല്ലാം നമുക്ക് ഈ മാപ്പിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മളെ ടെക്സ്റ്റിലുള്ള മെറൈനസ് കോമ്പസിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാം. ഈ നീലവൃത്തത്തിൽ കാണുന്നത് നമ്മളെ ഭൂമിയാണ്. ആ ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണം ഉണ്ട്. അപ്പോൾ ഭൂമി തന്നെ ഒരു മാഗ്നറ്റ് ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ആ മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ കറുപ്പ് വരകൾ. ഈ ഭൂമി എന്ന മാഗ്നറ്റിൽ സൗത്ത് പോൾ ഓഫ് ദാറ്റ് മാഗ്നറ്റ് ഈസ് ഫേസിങ് ദ നോർത്ത് പോൾ ഓഫ് ദ എർത്ത്. അതായത് ഈ ഭൂമിൻ്റെ വടക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്നത് ആ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ്. അപ്പോൾ നമ്മൾ പുറമെ ഒരു കോമ്പസ് വെക്കുമ്പോൾ ആ കോമ്പസിൻ്റെ നീഡിലൊരു മാഗ്നറ്റ് ആണല്ലോ. അപ്പോൾ ആ മാഗ്നറ്റിനും നോർത്തും സൗത്തും പോളുണ്ട്. അപ്പം എപ്പോഴും ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്. അതായത് സൗത്തും റിപ്പൽ ചെയ്യും, അതായത് ഒട്ടിപ്പിടിക്കില്ല മാഗ്നറ്റ്. നോർത്ത് ഒട്ടിപ്പിടിക്കില്ല. അതേ സമയത്ത് സൗത്ത് നോർത്താണ് ആകർഷിച്ച് പിടിക്കുക. അതുകൊണ്ട് ഈ ഭൂമിൻ്റെ സൗത്ത് എന്ന് പറഞ്ഞ മാഗ്നറ്റിൻ്റെ ഭാഗം ഈ ഭൂമിൻ്റെ നോർത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗത്തേക്കാണ് കോമ്പസിൻ്റെ നോർത്ത് എപ്പോഴും ഈ ഫേസ് അട്രാക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് കണ്ടത് ഇവിടെ വെച്ച് കോമ്പസിൻ്റെ ഈ റെഡ് നോർത്ത് ഭാഗം മേലോട്ടും സൗത്ത് ഭാഗം താഴോട്ടും. പിന്നെ ബാക്കിയെല്ലാം പല സ്ഥലത്തും കോമ്പസ് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ റെഡ് കളറിലുള്ളത് നോർത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ കോമ്പസിൻ്റെ ഒരു പ്രവർത്തന രീതി. പേജ് നമ്പർ 92 കൊടുത്ത പോലെ വാർഡ് നമ്പറും പിന്നെ അതിൻ്റെ പെക്യുലാരിറ്റീസും നമ്മളിവിടെ ഒരു ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്ത പ്രകാരമുള്ള ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത ലിസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, എങ്കിലും നിങ്ങളതൊന്ന് ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, ചാപ്റ്റർ 8 റീഡിംഗ് ആൻഡ് ഡ്രോയിങ് മാപ്സ് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, യുവർ ക്ലാസ് റൂം at 2310. Okay students, thank you very much for selecting and watching my video. So like, comment, subscribe and share.